5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഭാരതത്തിലെ ഋഷീശ്വരന്മാരും സനാതന ധർമ്മവുമൊക്കെ ലോകത്തിന് സംഭാവന ചെയ്ത വിപുലമായ വേദങ്ങളാണ്, അറിവുകളാണ് ഋഗ്വേദവും അഥർവവേദവും സാമവേദവും അതുപോലെ തന്നെ യജുർവേദവും ഒക്കെ. ഈ വേദങ്ങളുടെ അനുബന്ധമായി വന്നിട്ടുള്ളതാണ് ആയുർവേദം, ആയുഷിന്റെ വേദം. കൽപ്പാന്ത കാലം മുതൽ മനുഷ്യൻ ചികിത്സാ രീതികളായും അവന്റെ ആരോഗ്യത്തിന് വേണ്ടിയും ആശ്രയിച്ചിരുന്നത് ആയുർവേദത്തിലാണ്. ചുശ്രുതന്റെയും ചരകന്റെയും ഒക്കെ സംഹിതകൾ ഇന്നും എന്നും എല്ലാവരും അംഗീകരിക്കുന്ന നിലയിലേക്ക് വളർന്നു വന്നിട്ടുള്ള, ആദ്യത്തെ സർജറി ചെയ്തത് പോലും ആയുർവേദക്കാരനാണ് എന്നുള്ള നിലയിലൊക്കെയുള്ള വലിയ ചരിത്രരേഖകളുണ്ട്. ഞാൻ ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കഥ പറയാനല്ല ഇത് പറയുന്നത്. ഇപ്പോഴൊരു വലിയ കുരുക്ക് വന്ന് വീണിട്ടുണ്ട്. അതായത് ആയുർവേദത്തിന് ലോകം മുഴുവൻ സ്വീകാര്യത വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ 80% ആളുകളും, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, 80% ആളുകളും സംയുക്ത ചികിത്സയിലേക്കാണ് പോകുന്നത്. അവർക്ക് ചില അസുഖങ്ങൾ വരുമ്പോൾ അവർ അലോപ്പതിയിലേക്ക് പോകും, മറ്റു ചില അസുഖങ്ങൾ വരുമ്പോൾ അവർ ആയുർവേദത്തിലേക്ക് പോകും, ചിലർ നാട്ടുവൈദ്യത്തിലേക്ക് പോകും, ചിലർ ഹോമിയോയിലേക്ക് പോകും. വിവിധ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിൽ ആരോഗ്യ സംവിധാനങ്ങളിലേക്കാണ് ലോകത്തിലെ 80% ആളുകളും പോകുന്നത്. ഒരു 20% ആളുകളാണ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് യൂണിറ്റിലേക്ക് മാറി, അത് ആയുർവേദമെങ്കിൽ ആയുർവേദം, അലോപ്പതി എങ്കിൽ അലോപ്പതി എന്നുള്ള സ്പെസിഫിക് യൂണിറ്റിലേക്ക് പോകുന്നത്. 80% ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇപ്പോൾ ഇത് പറയാൻ കാരണം, ആയുഷിൻ്റെയൊക്കെ തീരുമാനപ്രകാരം പോണ്ടിച്ചേരിയിലെ ജിപ്മർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ MBBS-ഉം BAMS-ഉം ആയുർവേദവും MBBS-ഉം കൂടി സംയുക്തമായി ചേർത്തുള്ള ഇൻ്റഗ്രേറ്റഡ് കോഴ്സ്, ഹോളിസ്റ്റിക് മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ്, ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ്, ഹോളിസ്റ്റിക് മെഡിസിൻ, സമഗ്ര ആരോഗ്യം, സമഗ്ര ചികിത്സ എന്നൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് 10-20 വർഷമായി. അതിന് ഉപോത്ബലകമായി കാര്യമായി സീരിയസ് ആയി കാര്യത്തിലേക്ക് വരുമ്പോൾ, ജിപ്മറിൽ ഇങ്ങനെ ഒരു സംയുക്ത ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് തുടങ്ങാൻ ഇരിക്കുമ്പോൾ ഉടക്കമായി വരുന്ന IMA പറയുന്നു, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നു, ഇതിനകത്ത് ശാസ്ത്രമില്ല. ഇതിനകത്ത് ശാസ്ത്രമുണ്ടോ ഇല്ലേ എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും ഒക്കെ തീരുമാനിക്കട്ടെ. IMA എന്ന് പറഞ്ഞ ഡോക്ടർമാരുടെ സംഘടനയല്ലേ? നിങ്ങളുടെ അലോപ്പതിയുടെ മേന്മകളും കുഴപ്പങ്ങളും പറയൂ. നിങ്ങൾ മറ്റൊരു ചികിത്സാ രീതി വേണ്ടെന്നും അത് മോശമാണോ എന്നും അത് എടുക്കരുതെന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? ഞാൻ ചോദിക്കില്ല. നിങ്ങൾ അത് ധാർമ്മികമായി ശരിയാണോ? അത് ഇവിടുത്തെ സംവിധാനങ്ങൾ, നിയമ സംവിധാനങ്ങൾ, ഗവേഷണ സംവിധാനങ്ങൾ, അതുപോലെ കോടതികൾ, അതുപോലെ പൊതുജനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കട്ടെ. പലത് കൊടുക്കുക, ഇഷ്ടമുള്ളത് എടുക്കുക എന്നുള്ളതിലെ ചോയ്സ്, അതല്ലേ ജനാധിപത്യം. അതൊന്നും ചെയ്യാൻ സമ്മതിക്കാതെ വലിയ ഉടക്കാണ് നിങ്ങൾക്കാണ് കൂടുതൽ സ്വാധീനം പലപ്പോഴും ഉണ്ടാവുക. കാരണം സാമ്പത്തികമായ കുടുംബങ്ങളിലെ കുട്ടികൾ ആദ്യം എടുക്കുന്ന ഒരു കോഴ്സ്, അല്ലെങ്കിൽ സമ്പന്നരായ കുടുംബങ്ങളിൽ അങ്ങൾ ആദ്യം എടുക്കുന്ന MBBS-ഉം അതല്ലേ അലോപ്പതിയൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ കുറച്ചുപേർ ആയുർവേദത്തിൽ പോകും. അല്ലെങ്കിൽ നല്ല താല്പര്യമുള്ള, പരമ്പരാഗതമായി താല്പര്യമുള്ളവർ അല്ലാത്തവരുമായ കുറച്ചുപേർ ആയുർവേദത്തിൽ പോകും. ആയുർവേദത്തിനെല്ലാം കഴിവില്ലാത്തവർ വരുന്നു എന്നുള്ള അർത്ഥത്തിനല്ല ഞാൻ പറഞ്ഞത്. എന്നാലും അതിന്റെ ചോയ്സ് വരുമ്പോൾ ഒന്നുകിൽ ആയുർവേദത്തോട് നല്ല താല്പര്യമുള്ള ആളുകൾ ആയുർവേദത്തിൽ പോകും, പിന്നെ അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടാണ് ആയുർവേദത്തിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനായി വരുമ്പോൾ കുറച്ചുകൂടി ഒരു കരുത്തുള്ള, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ഫോഴ്സായി നിൽക്കാൻ കഴിയുന്നവരാണ്. ആ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇതിന് ഉടക്കുണ്ടാക്കുന്നു എന്നാണ് കേൾക്കുന്നത്. നിങ്ങൾ ചൈനയിലേക്കൊന്ന് നോക്കൂ. ചൈനയിൽ വളരെ കൃത്യമായി മനോഹരമായ രീതിയിലാണ് ജിൻസെങ് എന്ന് പറയുന്ന പരമ്പരാഗത ഉൽപ്പന്നം ഉപയോഗിക്കുന്നത്, ഔഷധം ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ അശ്വഗന്ധയ്ക്ക് തുല്യമാണത്. നമ്മുടെ നാട്ടിലെ അശ്വഗന്ധയ്ക്ക് തുല്യമായിട്ടുള്ള നമ്മുടെ ഉൽപ്പന്നമാണ് ചൈനയിൽ ഉപയോഗിക്കുന്നത്. ചൈനക്കാർ നന്നായി, അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ്, അന്ധവിശ്വാസത്തിലും അനാചാരത്തിലൊന്നും ഒരുപാട് വിശ്വസിക്കുന്നവരല്ല. ഇന്ത്യയിലെ ആയുർവേദത്തിന്റെ പാരമ്പര്യ ചികിത്സകളും രീതികളും ചൈനയിൽ നന്നായി ഇന്റഗ്രേറ്റ് ചെയ്ത് ചൈനക്കാർ കൊണ്ടുപോകുന്നുണ്ട്. ഇത് കണ്ട് പഠിക്കണ്ടേ? ലോകരാജ്യങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഈഗോയുടെയോ നമ്മൾ ബിസിനസ് താല്പര്യങ്ങളോ മറ്റെന്തെങ്കിലും വെച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുമോ? ഞാൻ പറയുന്നത് ഡോക്ടർ V രാമനാഥനെ പോലെയുള്ള ആയുർവേദ മെഡിസിൻ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷന്റെ ആളുകൾ പറയുന്നതാണ്. അവർ നന്നായി ഗവേഷണം നടക്കുന്നു. ഇന്നിപ്പോ കഷായം ഒക്കെ വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. ക്യാപ്സൂൾ രൂപത്തിൽ കിട്ടുന്നുണ്ട്, പിന്നെ ടാബ്ലറ്റിന്റെ ഫോർമാറ്റിൽ കിട്ടുന്നുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, എക്സ്റേ എടുക്കുന്നുണ്ട്, സ്കാൻ ചെയ്യുന്നുണ്ട്, ലബോറട്ടറി തീരുമാനങ്ങളുണ്ട്, ലാബിൽ പരിശോധനയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ആൾറെഡി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഗൈനക്കോളജിയുടെ ആയുർവേദത്തിന്റെ ഗൈനക്കോളജി വിഭാഗം വരുന്നു, അതുപോലെ തന്നെ പീഡിയാട്രിക് വിഭാഗം വരുന്നു, അങ്ങനെ വലിയ മാനസിക രോഗ വിഭാഗം വരുന്നു. വലിയ തോതിൽ ആയുർവേദം വളർന്ന് വലിയ വികസിച്ച് പോകുന്ന സമയത്താണ് ഇന്റഗ്രേറ്റഡ് ആയി ഇത് ചെയ്യുന്നതിന് പകരം തീർച്ചയായിട്ടും ഇതിനെ ഒറ്റതിരിഞ്ഞാക്രമിച്ച് ഈ കോഴ്സിനെ ഇല്ലാതാക്കുന്നത് ആരെ സഹായിക്കാനാണ്? IMA ഗൗരവമായി ഈ വിഷയങ്ങൾ ആലോചിക്കണം. എന്നോട് വ്യക്തിപരമായി പറഞ്ഞാൽ, നമ്മുടെ മെഡിക്കൽ കോളേജുകളും ആയുർവേദ കോളേജുകളും ഹോമിയോ കോളേജുകളും എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു ക്യാമ്പസിനകത്ത് തന്നെ ഇതെല്ലാം ഉണ്ടാവുകയും, ഒരു രോഗിയെ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരാൾ രോഗമായി വന്നാൽ അവർക്ക് ഏത് സ്ട്രീമിലുള്ള ചികിത്സയാണ് ഏറ്റവും നല്ലതെന്ന്
ഇന്റഗ്രേറ്റഡ് ആയി ഡോക്ടർമാർ സംയുക്തമായിരുന്ന് ആലോചിച്ച് ഒരു മാരകമായ അസുഖമാണെങ്കിൽ അല്ലെങ്കിൽ വലിയ അസുഖങ്ങളാണെങ്കിൽ അത് ജോയിന്റ് ആയിട്ട് ഇരുന്ന് ജോയിന്റ് കമ്മിറ്റി പരിശോധിച്ചതിന് ശേഷം തീർച്ചയായിട്ടും അങ്ങനെ വേണം തീരുമാനമെടുക്കാൻ. കാര്യം മനുഷ്യന്റെ ശരീരം IMAക്കായാലും അലോപ്പതിക്കായാലും ആയുർവേദത്തിനായാലും ഹോമിയോക്കായാലും നാട്ടുവൈദ്യനായാലും സിദ്ധയ്ക്കായാലും ആർക്കും പരീക്ഷിക്കുവാനുള്ളതല്ല മനുഷ്യന്റെ ശരീരം. അത് ഒരു ഡോക്ടറുടെ കയ്യിൽ ഒരു രോഗി അവന്റെ രോഗിയോ രോഗിയുടെ ബന്ധുക്കളോ അവരുടെ ഒരു രോഗിയുടെ ശരീരം അങ്ങോട്ട് കൊടുക്കുമ്പോൾ 100% വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ജീവൻ നിലനിർത്തി തരും, എനിക്ക് ആരോഗ്യം ഉണ്ടാക്കി തരും, എൻ്റെ ശരീരത്തിലെയും എൻ്റെ മനസ്സിൻ്റെയും ഒക്കെ മുറിവുകളൊക്കെ മാറ്റി എന്നെ ഏറ്റവും നല്ല ആരോഗ്യമുള്ള ആളാക്കി പുറത്തേക്ക് വിടും എന്നുള്ള ആഗ്രഹത്താലാണ് ഏതൊരു പേഷ്യൻറ്റും രോഗിയും ഡോക്ടറുടെ അടുത്തിരിക്കുന്നത്. അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ ഏത് സ്ട്രീം വേണം എന്നുള്ള തർക്കമുണ്ടാക്കി വഴക്കുണ്ടാക്കി നമ്മുടെ സ്ട്രീമിന് അപ്പർ ഹാൻഡ് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നതല്ല ശരി. യോഗയിൽ ഒരുപാട് നന്മയുണ്ട്, അതുപോലെ തന്നെ ആയുർവേദത്തിലുണ്ട്, എല്ലാ സ്ട്രീമുകളിലുമുണ്ട്, എല്ലാത്തിനും പാർശ്വഫലങ്ങളുമുണ്ട്. ഇപ്പൊ അലോപ്പതി മരുന്നുകൾ കഴിച്ചാൽ ഒരേ മരുന്നുകൾ തന്നെ പലര് കഴിച്ചാലും പല റിസൾട്ട് അല്ലേ ഉണ്ടാകുന്നത്. അല്ലാതെ എല്ലാവരും കഴിച്ചാൽ ഉടൻ തന്നെ എല്ലാവർക്കും ഒരേ റിസൾട്ട് ഒന്നും അല്ലല്ലോ. അപ്പൊ അതിനും അതിൻ്റെതായ പരിമിതികളുണ്ട്. ഇത് ശാസ്ത്രമാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് ശാസ്ത്രത്തിന്റെ മേന്മയുള്ളതുപോലെ തന്നെ പരിമിതിയുമുണ്ട്. അതുകൊണ്ട് ജിപ്മറിലെ ഈ കോഴ്സിനെ നിങ്ങൾ എതിർക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല. നിങ്ങൾ അടിയൊഴുക്കുകൾ വഴി അണ്ടർഗ്രൗണ്ട് പരിപാടികൾ വഴി ഇത്തരം കോഴ്സുകളെ എതിർക്കുകയും അതിനെ മോശപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയല്ല. അതുപോലെ ആയുർവേദക്കാരോടും പറയുവാനുള്ളത്, നിങ്ങൾ സിദ്ധക്കാർക്കും അതുപോലെ നാട്ടുചികിത്സയ്ക്കുമെതിരെ വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കാറുണ്ട്. ഇടയ്ക്കൊരു സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ നടത്തി. അതെല്ലാം കൂടി പരിഹരിക്കുന്ന രീതിയിലുള്ള ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സമിതികൾ, അത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും ആയുഷിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സംയുക്തമായ സമിതികൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും ഒക്കെ വരട്ടെ. അതിന്റെ അടിസ്ഥാനത്തിൽ സമഗ്ര ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാകട്ടെ. അതിൽ കൃത്യമായി നമ്മുടെ അലോപ്പതിയെയും ആയുർവേദത്തെയും എല്ലാ ചികിത്സാ രീതികളെയും സമന്വയിപ്പിക്കുന്നതിൻ്റെ ഒരു ചിന്ത കൊണ്ടുവരാൻ എല്ലാവർക്കും കഴിയണം. ഇപ്പോൾ ജിപ്മറിൽ അതിൻ്റെ ഉപോത്ബലകമായി തുടങ്ങുന്ന ആദ്യത്തെ കോഴ്സ് നടക്കട്ടെ. ഈ കോഴ്സുകൾ, ഇത്തരം കോഴ്സുകൾ രാജ്യത്തിന് ആവശ്യമാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളും ലോകത്തിലെ 80% ആളുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയുർവേദത്തിൽ അഭയം പ്രാപിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ചികിത്സാ രീതികൾ ഹോളിസ്റ്റിക് മെഡിസിനിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നിനെയും എടുത്തു മാറ്റേണ്ട, ധാരാളം പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടക്കുന്ന ആയുർവേദ രംഗവും പ്രോത്സാഹിപ്പിക്കണമെന്നുള്ളതാണല്ലോ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഒക്കെ നയം. ആയുഷിൻ്റെയൊക്കെ പുതിയ പദ്ധതികളും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് കേവലം ബിസിനസ്സിൻ്റെയോ നമ്മുടെ ആരുടെയെങ്കിലും കുത്തകയുടെയോ പ്രശ്നമല്ല. ഇത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിൻ്റെ വിഷയമാണ്. ഭാവി തലമുറകളുടെ നിലനിൽപ്പിൻ്റെ മേഖലയാണ്.